ഗൈസ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രാവണി ഫാമിലി വ്ളോഗ്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചിങ്ങമാസത്തിലെ 6ാമത്തെ ദിവസമാണല്ലേ ഇന്ന്. ഓണത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും കാത്തിരിക്കുന്ന നിമിഷങ്ങളാണ് ഇപ്പോഴൊക്കെ. അപ്പോൾ ഇതാ രാവിലെ തന്നെ രണ്ടുപേരും നേരത്തെ നെയ്ച്ചിട്ടുണ്ട് കേട്ടോ. സനുക്കുട്ടി ഇന്നെന്താണ് കുറച്ച് നേരത്തെ തന്നെ നെയ്ച്ചിട്ടുണ്ട്. പൊതുവേ ഇങ്ങനെ നെയ്ക്കാറില്ല. പിന്നെ അതാ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കണത്. കുളി കഴിഞ്ഞു എന്നല്ല, തല നനച്ചിട്ടില്ല. അപ്പോൾ അവൾക്ക് മേല് കഴിയപ്പോൾ തണുക്കണമെന്ന് പറഞ്ഞിട്ട് കിടക്കണതാണ്. അതിനാണ് പുതപ്പൊക്കെ അവിടെ കിടക്കുന്നത്. പുതച്ച് മൂടിയിട്ട് മേല് കഴുകിയിട്ട് നേരെ പുതപ്പൊക്കെ എടുത്തിട്ട് സോഫയിൽ വന്ന് കിടക്കുമായിരുന്നു. എങ്ങനെ എന്താ കുഞ്ഞാ പിന്നെ സുന്ദരിക്ക് തരാട്ടമ്മ. വെള്ളിയാഴ്ച ആകുമ്പോൾ എന്തൊരു സന്തോഷം വെച്ചിട്ട് സനുക്കുട്ടിക്ക് കുറേ നേരം കിടന്നുറങ്ങാമല്ലോ 2 ദിവസം. എന്തായാലും ഈ ഒരു വർഷത്തിൽ എത്ര ലീവാണ് ഇവർക്ക് ഉണ്ടായത്. ഇനിയിപ്പോൾ ഓണത്തിനും ക്രിസ്മസിനൊക്കെ ലീവ് ഉണ്ടോയെന്ന് പോലും അറിയില്ല. ഒരുപാട് ലീവ് ഇവർക്ക് ഇപ്പം തന്നെ കിട്ടിയിട്ടുണ്ടല്ലോ. ഇപ്പം സനുവിന് വയ്യായൊക്കെ കുറവുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയൊരു ചുമ മാത്രമേ ഉള്ളൂ. ഞാൻ തല നനയ്ക്കാത്തൊരു വേറെ ഒന്നും കൊണ്ടല്ല, ഇങ്ങനെ 2 പുറം കെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. തലയിൽ കെട്ടാൻ വേണ്ടിയിട്ട് ബണ്ണൊക്കെ കൊടുന്ന് വെച്ചപ്പോൾ കുഞ്ഞാറ്റയുടെ മെയിൻ പണിയാണ് കേട്ടോ. നമ്മുടെ ഈ ഫ്രണ്ടിലൊരു കുഞ്ഞൊരു ഗ്യാപ്പ് ഉണ്ട്, അതിൽ കൊണ്ടുപോയിട്ട് സനുവിൻ്റെ തലമുടി കെട്ടാൻ വേണ്ടിയിട്ട് ബണ്ണ് വെച്ചിട്ടുണ്ടാവും. എപ്പോഴും അത് കൊണ്ടുപോയിട്ട് അതിലിടലാണ് കേട്ടോ പണിയുള്ളത്. ഇയാളിതേ ഒരു നിമിഷം കണ്ണ് തെറ്റി എവിടെ എത്തണമെന്ന് അറിയില്ല. ഏത് നേരം ഒരാളൊപ്പം വേണം കേട്ടോ. ഇതിപ്പോൾ ഒരു സ്ഥിര സംഭവമായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാറ്റയ്ക്ക് നമ്മുടെ നായക്കുട്ടീനെ പുറത്തേക്ക് വിട്ടാൽ ഭയങ്കര പേടിയാണ്. പക്ഷെ കൂട്ടിലിട്ടാൽ അവൾ ഭയങ്കര കൊഞ്ചിക്കലും അതിനോട് എപ്പോഴും ഇങ്ങനെ ഒരു വടി എടുത്തിട്ട്, വടി അല്ലെങ്കിൽ ഈർക്കൽ അങ്ങനെ എടുത്തിട്ട് എപ്പോഴും കളിയാണ്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇന്നിതേ ഞാൻ സനുക്കുട്ടീനെ കുളിപ്പിക്കുമ്പോൾ ഒപ്പം തന്നെ കുഞ്ഞാറ്റേനെയും കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് 2 പേരുടെ ഇരിപ്പ്. പക്ഷെ കണ്ടാൽ കുളിക്കാത്ത പോലെ തോന്നണില്ലേ? എനിക്കങ്ങനെ തോന്നിയിട്ട്, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. എന്താ ഇപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് കണ്ണും പൊട്ടൊന്നും എഴുതി കൊടുക്കാത്ത കാരണമാവും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരിക്കുക. ഞാൻ നീച്ച് വന്നത് എപ്പോഴും സനുവിനുള്ള വെള്ളം കുപ്പിയും അതുപോലെ സ്നാക്സ് ബോക്സും ആണ് ആക്കി വെക്കുക. അതിന് ശേഷമാണ് കേട്ടോ ബാക്കി എന്തും അങ്ങനെ തുടങ്ങാറുള്ളത്. അല്ലാണ്ട് ആ പോണ നേരത്ത് ഞാനങ്ങനെ വെള്ളം കുപ്പി നിറച്ച് വെക്കല് ചില സമയത്ത് മറക്കാറുണ്ട്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും നീച്ച് വന്ന് വേഗം വെള്ളം നിറച്ച് വെക്കുകയും ചെയ്യും. അതുപോലെ സ്നാക്സ് ബോക്സിൽ എന്തെങ്കിലും ആക്കുകയും ചെയ്യാം കേട്ടോ. ഇന്നിതാ ഞാൻ മാഗിയാണ് കേട്ടോ കൊടുത്ത് വിട്ടിട്ടുള്ളത്. സനുവിന് സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് മേക്കപ്പൊക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റയും ചെയ്യണം പറഞ്ഞിട്ടൊന്ന് വന്നിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പൊതുവേ കണ്ണെഴുതാനോ പൊട്ട് തൊടാനോ ഒന്നിനും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ സനുവിന് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ കുഞ്ഞാറ്റയ്ക്കും ചെയ്ത് കൊടുത്തു കേട്ടോ. സനുവിനെ കാണിച്ച് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇല്ലാത്തതൊന്നുമില്ല. ലിപ്സ്റ്റിക്ക് ഇടണം, ഐലൈനർ ഇടണം, ഐ ഷാഡ് ഇടണം. ഐലൈനറും ലിപ്സ്റ്റിക്കും നമ്മുടെ കയ്യിലുണ്ട്. ഐ ഷാഡ് ഞാൻ അങ്ങനെ അവൾക്ക് ഉപയോഗിച്ച് കൊടുക്കാറില്ല കേട്ടോ. അതായത് നമ്മളിതിന് മുന്നേ ഒരു രസത്തിന് വേണ്ടിയിട്ട് മീഷോന്ന് വാങ്ങിയ ഒരു സാധനമാണ് കയ്യിലുള്ളത്. അത് എന്താ പറയുക, ഒരു കുഞ്ഞൊരു വില കുറവിൻ്റെ അല്ലേ, അപ്പോൾ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ സനുവിനെ എടുത്തിട്ടുള്ളത്. അവൾക്ക് എപ്പോഴും ആ ഐ ഷാഡ് ഇടാനിട്ടാണ്. നമ്മളങ്ങനെ ഐ ഷാഡൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഭംഗി കണ്ടിട്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ അത് വില കുറവിൻ്റെ ആയ കാരണം ഇനിയിപ്പോൾ ചിലപ്പോൾ യൂസ് ചെയ്ത് എങ്ങനെ ആവുമെന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ ഉപയോഗിക്കാതെ എന്താ പറയുക, ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് വെച്ചിരിക്കാന്ന് തന്നെ പറയാം. അതിൻ്റെ ഇടയിൽ കുഞ്ഞാറ്റത് എന്തിനൊക്കെ അറിയണമെന്ന് വെച്ചാൽ ചെരുപ്പ് ഇട്ട് കൊടുക്കാനിട്ടായിരുന്നു. അവൾ 2 ചെരുപ്പ് എടുത്ത് കൊടുത്തപ്പോൾ ഞാനത് ഇട്ട് കൊടുത്തില്ല. അപ്പോൾ അതിൻ്റെ വാശിയാണ് കേട്ടോ ഈ കാണിക്കുന്നത്. വാശി എന്ന് പറഞ്ഞാൽ പോരെ, അമ്മാതിരി വാശിയാണ് നമ്മുടെ കുഞ്ഞാറ്റയ്ക്കുള്ളത്. ഞാൻ വിചാരിക്കാറുണ്ട് നമ്മുടെ സനുവൊന്നും ഈ പ്രായത്തിലൊന്നും ഇത്രയും കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ. എന്താ പറയുക, കട് കാണിച്ചിട്ടുണ്ട്. ഭയങ്കര വികൃതി കുട്ടിയാണ് നമ്മുടെ കുഞ്ഞാറ്റ. ഇന്നെന്താണോ എനിക്ക് ഭയങ്കര രസം തോന്നിയിട്ടോ സനുവിൻ്റെ ഹെയർ സ്റ്റൈൽ കാണാൻ. പിന്നെ അതാ ഇന്ന് വീട്ടിൽ റോസാപ്പൂ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ അടുത്ത വീട്ടിൽ വല്യമ്മയുടെ വീട്ടിൽ പോയിട്ട് റോസാപ്പൂ പൊട്ടിച്ചിട്ടാണ് ചൂടിയിട്ടാണ് പോയത്. ഡെയിലി ഞങ്ങൾക്കൊരു റോസാപ്പൂ തലയിൽ വേണ്ട, അത് നിർബന്ധമാണ്. പിന്നെ ഇതാ സനുവിനെ കൊണ്ടുപോക്കുമ്പോൾ ഞാൻ കുഞ്ഞാറ്റേനെ എടുത്തുവിട്ട് പോകണ്ടെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ ഭയങ്കര കരച്ചിലായിരുന്നു കൂടെ പോകാൻ വേണ്ടിയിട്ട്. സനു അങ്ങോട്ട് യൂണിഫോം ഇട്ടിട്ട് ഇറങ്ങാൻ നേരം കുഞ്ഞാറ്റ മുന്നിലായിരിക്കും, വേറെ ഒന്നും വേണ്ട, അവൾ എവിടെ എത്തിയെന്ന് ചോദിച്ചാൽ മതി.
അവർ പോയ ഗ്യാപ്പിൽ ഞാനിതാ മുരിങ്ങ കൂട്ടാനാണിട്ടെന്ന് വെക്കാൻ പോണത്. ചക്കക്കുരു ഉണ്ടായിരുന്നു. അപ്പം ചക്കക്കുരു മുരിങ്ങയിൽ ഇട്ടിട്ട് അങ്ങനെ ഉള്ളിയും മുളകും കുത്തിയിട്ട് വെക്കാനാണ് കേട്ടോ വിചാരിച്ചത്. അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാസിൽ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് അച്ഛൻ അമ്പലത്തിൽ നിന്ന് മലര് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഞാൻ പഴമൊക്കെ പെറുക്കി ഇതാക്കി. പിന്നെന്താ കുഞ്ഞാറ്റയ്ക്ക് കുറച്ച് മാഗി കൊടുത്തതിൻ്റെ ബാക്കിയായിരുന്നു കേട്ടോ ഇരിക്കുന്നുണ്ടായിരുന്നു. രാവിലെ ഇപ്പം എത്ര നേരത്തെ നീച്ചു എന്ന് വെച്ചാൽ നമ്മുടെ പണികളൊന്നും തീരില്ല. ചില സമയത്ത് സ്കൂളിലേക്കൊക്കെ പോണ നേരമാകുമ്പോഴാവും തിടുക്കം കൂട്ടിയിട്ട് ഓടുക. ഇതാപ്പോൾ സനുവിനെ ആക്കണ നേരത്താണ് ആകെ നേരം വൈകിട്ട് എത്ര നേരത്തെ നീച്ചാലും അതെ എന്താ അങ്ങനെയെന്ന് എനിക്കറിയില്ല. ചില സമയത്തൊക്കെ എനിക്ക് എന്താ പറയുക ഭ്രാന്ത് വരാറുണ്ട്. എന്താ കൂട്ടാൻ വെക്കുക, നമ്മൾ ചിലപ്പോൾ ആകെ നേരം വൈകിയിരിക്കുന്ന സമയത്താവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇന്നൊരു തട്ടിക്കൂട്ട് കൂട്ടാനാണ് കേട്ടോ വെച്ചത്. തേങ്ങ അരയ്ക്കാൻ പോലും സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഞാൻ വേഗം ഉള്ളി മുളകൊക്കെ വറുത്തിട്ടിട്ട് അങ്ങനത്തെ ഒരു കൂട്ടാനാണ് വെച്ചത്. എന്താ പറയുക, ഓരോ ദിവസം കൂട്ടാൻ വെക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ടാസ്ക് തന്നെയാണ് കേട്ടോ. ചോറ് വയ്ക്കുക എത്ര പണിയില്ല, കൂട്ടാൻ വെക്കുക എന്താണെന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കില്ലേ. പിന്നെ ദേ ഇതുപോലൊരു നട്ടപ്പിരാന്ത് ആർക്കും ഉണ്ടാവില്ല എന്നാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. എനിക്ക് മാത്രമാണോന്നും അറിയില്ല. നമുക്ക് എവിടേക്കെങ്കിലും പോകുമ്പോൾ എത്ര ഡ്രസ്സ് ഉണ്ടെങ്കിലും ആ സമയത്ത് ഇടാനായിട്ട് ഒന്നും കാണില്ല. ഡ്രസ്സ് ഉള്ളതിന് കണക്കില്ല കേട്ടോ. അതൊക്കെ എവിടെ വെക്കുകയെന്ന് മാത്രമേ എനിക്കറിയാത്തുള്ളൂ. രാവിലെ നെയ്ച്ചപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന കുറച്ച് തുണികളെ ഉണ്ടായിരുന്നുള്ളൂ. അതൊക്കെ മടക്കി വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കട്ടിൻ്റെ മുകളിൽ ഇട്ടതാണ്. പക്ഷെ അതപ്പോൾ കൂളിയൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സ് ഇടാൻ നേരത്തെ നോക്കിയപ്പോൾ ഒന്നും എന്താ പറയുക, ഒരെണ്ണം ഇട്ട് നോക്കും പിന്നെയും മാറ്റി നോക്കും, ഏതാ ഇടേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാം വലിച്ച് വാരി ഇട്ടിരിക്കുകയായിരുന്നു കേട്ടോ. റൂമിൽ ഈ പണിക്കിടയിൽ അടുക്കളയിലത്തെ പണി മറന്നു പോയിട്ടുണ്ടെന്നു. ആ സമയമാകുമ്പോഴേക്കും ഇതായ ചോറൊക്കെ ആകെ തിളച്ച് പോയിട്ടുണ്ടായിരുന്നു. എനിക്കിത് കാണുമ്പോൾ ഓർമ്മ വരുന്നത് എന്താ അറിയോ, നമ്മൾ പാല് തിളപ്പിക്കാൻ വെക്കുമ്പോൾ അത് എത്ര നേരം നിന്നാലും സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ നിന്നാലും ചിലപ്പോൾ പാല് തിളയ്ക്കാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. ഞാനൊരു ചുമ്മാ പറഞ്ഞതാണ് കേട്ടോ. നമ്മളെ ഈ പാലിങ്ങനെ അങ്ങനെ തിളച്ച് വരുന്നു വിചാരിക്കുമ്പോൾ പാല് തിളയ്ക്കില്ല. പക്ഷെ അത് ഒരു നിമിഷം ഒന്ന് തല വെട്ടിക്ക്, അതുപോലെ ഒന്ന് എവിടേക്കെങ്കിലും പോവുക ചെയ്യുമ്പോൾ കാണാം പാല് തിളച്ച് പോണത്. അങ്ങനെ അനുഭവം ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചായ എന്ന് വയ്ക്കുമ്പോൾ ഞാൻ ആ ഭാഗത്തുനിന്നേ മാറില്ല. അതുപോലെ തന്നെ ദേ 2 ദിവസം മുന്നേ ഞാൻ ഗ്രീൻ ടീ തിളപ്പിക്കാൻ വെച്ചിട്ട് നമ്മുടെ ഈ വീഡിയോയ്ക്ക് എഡിറ്റ് ചെയ്യാനിരുന്നത് അരമണിക്കൂറോളം അങ്ങനെ ഇരുന്നു. എന്തോ ഭാഗ്യത്തിന് ഗ്രീൻ ടീ ലാസ്റ്റ് കരി പിടിച്ചില്ല എന്ന് പറയാം, ആ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. വേഗം ഗ്യാസ് ഓഫ് ചെയ്യാണ് കേട്ടോ ചെയ്തത്. ഇതുപോലെ ഒരുപാട് അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ചില സമയത്ത് ഓർമ്മയില്ലാണ്ട് ഇങ്ങനെ വെച്ച് പോയി ചിലപ്പോൾ ഉമ്മർത്തൊക്കെ പോയിരുന്ന അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ചിലപ്പോൾ കാണാൻ കരി പിടിച്ചിട്ടും അടി പിടിച്ചിട്ടൊക്കെ, അതുപോലെ മോട്ടർ ഇട്ടിട്ട് നിർത്താണ്ടൊക്കെ പോയ കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നായ്ക്കുട്ടിക്കുള്ളതാണ് കേട്ടോ. നായ്ക്കുട്ടിക്ക് ഇത്രയും ക്വാണ്ടിറ്റി അളവിലൊന്നും ഒരു നേരം കൊടുക്കില്ല കേട്ടോ. ഇത് രാവിലത്തേക്കും ഉച്ചത്തേക്കും കൂടിയിട്ട് ആണ് കേട്ടോ. ഞാൻ ഒരു മുട്ട അങ്ങനെ കൊത്തി വറുത്ത് അതിൽ ചോറിട്ടിട്ട് 2 നേരം കൂടിയിട്ടാണ് കേട്ടോ കൊടുക്കാറുള്ളത്. ഇന്ന് പിന്നെ സ്മൂത്തി അടിക്കേണ്ട പണി ഉണ്ടായിരുന്നില്ല. എന്തോ ഭാഗ്യത്തിന് തിടുക്കം കൂട്ടിയ സമയത്ത് ഇതും കൂടി അടിക്കാൻ നിന്ന് എൻ്റെ ഉള്ള സമയം കൂടി പോയി കിട്ടിയിരുന്നു. ഫ്രിഡ്ജിൽ ഇന്നലെ ഞാൻ ഉണ്ടാക്കി വെച്ച സ്മൂത്തി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതന്നെ എടുത്ത് കുടിക്കുകയാണ് ചെയ്തത്. ഫ്രിഡ്ജിൽ നിന്ന് ഓൾറെഡി എടുത്ത് കുടിച്ചപ്പോൾ ഭയങ്കര തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പല്ലൊക്കെ ആകെ പുളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഇന്നലെ വൈകുന്നേരം അങ്ങനെ ഉണ്ടാക്കി വെച്ച കാരണം ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. ഇന്നത്തേക്കാൾ ഒരു പ്രത്യേക ടേസ്റ്റ് എനിക്ക് തോന്നി. ചിലപ്പോൾ ഒരു പക്ഷെ നന്നായിട്ട് തണുപ്പ് ഉള്ള കാരണമായിരിക്കാം. കുഞ്ഞാറ്റ ഇവിടെ ഇല്ലാത്ത ടൈമിലൊക്കെ ഉണ്ട് നമ്മുടെ വേഗം പണികളൊക്കെ തീരുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുഞ്ഞാറ്റേനെ കൊണ്ട് അമ്മ പോയ ഗ്യാപ്പിലാണ് ഓരോന്ന് വേഗം ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പോൾ പിന്നെ കുഞ്ഞാറ്റ വരുമ്പോഴേക്കും ഞാൻ എല്ലാ പണികളും തീർത്ത് വെച്ചാൽ അമ്മയ്ക്ക് പിന്നെ കുഴപ്പമുണ്ടാവില്ലല്ലോ. ഞാനിപ്പോൾ ചേലക്കരയ്ക്ക് പോയാലും അമ്മയ്ക്ക് മോളെ നോക്കി ഇരുന്നാൽ മതിയല്ലോ. അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ പണികളൊക്കെ തീർത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ വർക്കിന് പോവാറുള്ളത്. ഇവിടെ അമ്മ പറയാറുണ്ട് എന്നെ കണ്ടാൽ മാത്രമാണ് കേട്ടോ കുഴപ്പമുള്ളൂ, എന്നെ കണ്ടില്ലെങ്കിൽ ഒരു വാശിയോ പിടിവാശിയോ അങ്ങനെ ഒന്നുമില്ല, അവൾ സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും. എന്നെ കണ്ട ആ കുട്ടി രാത്രി എന്താ പറയുക രാവിലെ മുതൽ രാത്രി വരെ ഉറങ്ങാത്ത അവസ്ഥയാണ്. പക്ഷെ ഞാനില്ലെങ്കിലോ അമ്മ എടുത്ത് നടന്ന് ഉറക്കും കഴിക്കാൻ കൊടുക്കലൊക്കെ ചെയ്യുമ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല. ആദ്യത്തെ ഒരു 1-2 ദിവസം മാത്രമാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ പോകുമ്പോൾ വാശി പിടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും പോയി കഴിഞ്ഞാലും കുറച്ച് നേരം കരയുകയൊക്കെ ചെയ്തിരുന്നു അത്ര. പക്ഷേ ഇപ്പോൾ ആളത് സെറ്റായിട്ട് അച്ഛമ്മ മാത്രം മതി എന്നുള്ള അവസ്ഥയായി. ഇപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് തിളപ്പിച്ച് വറുത്തിട്ടാണ് അതിന് ശേഷമാണ് കേട്ടോ ഞാൻ ഈ ചോറ് വെച്ചത്. ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ചധികം വേവ് കൂടിയിട്ടുണ്ടായിരുന്നു. അധികം എന്നല്ല എന്നാലും കുറച്ച് വേവ് കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാനതിൽ കുറച്ച് പച്ചവെള്ളം, നമ്മൾ റേഷനരിയാണ് അപ്പോൾ അതിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ വറുത്ത് വെച്ചത്.
പിന്നെ എത്ര സമയമില്ലെങ്കിലും നേരം വൈകിട്ട് ഓടുകയാണെങ്കിൽ പോലും മേക്കപ്പിനൊന്നും ഒരു കുറവും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേട്ടോ. സമയമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു 10-15 മിനിറ്റോളം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഞാൻ പട്ടി ഷോ കാണിക്കുക. അതിൻ്റെ ഇടയിൽ ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഇടയിൽ ചെറിയൊരു വിഷമമുണ്ട്. അത് എന്താ ഇനി വന്നു കഴിഞ്ഞാൽ ഈ തുണികളൊക്കെ മടക്കി വെക്കേണ്ടത്, കുറേ തുണികൾ, എൻ്റെ പ്രാന്തിനുള്ള തുണികളൊക്കെ വലിച്ചിടുകയും ചെയ്തു. എനിക്ക് തന്നെ അല്ലേ ഇതൊക്കെ മടക്കി വെക്കേണ്ടതെന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഏറ്റവും മടിയുള്ളൊരു സംഭവമാണ് ഈ തുണികൾ മടക്കി വെക്കുക എന്നുള്ളത്. ഇപ്പോൾ പോയി എന്തായാലും ഉച്ച കഴിയും വരാൻ. അപ്പോൾ അത് കഴിഞ്ഞ് വന്ന് മടക്കി വയ്ക്കുന്ന എനിക്കൊരു പ്രതീക്ഷയില്ല. ചിലപ്പോൾ 1-2 ദിവസം ഇങ്ങനെ തന്നെ തുണികൾ കിടക്കും. അതിലുപരി നമ്മളിട്ട തുണികൾ ഇനി തിരുമ്പി എടുക്കുമ്പോൾ അതും കൂടുകയല്ലേ ചെയ്യുക. എനിക്ക് അങ്ങനെയാണ്, എപ്പോഴും തുണികൾ മാത്രം പെൻഡിങ് ആവും. അതെന്ത് സംഭവം എന്ന് അറിയുന്നില്ല. എനിക്ക് ഭയങ്കര മടി എന്ന് പറഞ്ഞാൽ അതിന് മടിയുള്ളൊരു സംഭവമാണ് തുണി മടക്കി വെക്കൽ. അത് മടക്കി വയ്ക്കാൻ വലിയ മെഷീനും കിട്ടണവോ, എന്നാൽ വാങ്ങായിരുന്നൂലേ. അത് മാത്രമല്ല, എല്ലാ പണികളും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടി, അതായത് ഇപ്പോൾ കുക്കിംഗ് ആയാലും വേറെ എന്തൊരു പണിയായാലും ഭയങ്കര ഇൻട്രസ്റ്റോട് കൂടിയിട്ടാണ് ചെയ്യുക. പക്ഷേ ഇത് മാത്രം പെൻഡിങ് വരുന്നത് എന്താണെന്ന് മാത്രം എനിക്കറിയില്ല. ഇവിടെ അമ്മയൊക്കെ പറയാറുണ്ട് അന്നുള്ള തുണികൾ അപ്പം തന്നെ മടക്കി വെച്ചാൽ ഇത്തിരി ആവില്ല. പക്ഷെ അത് ഒക്കെ ഇന്നിപ്പം മടക്കി വെച്ചു, അപ്പോൾ നാളെ മറ്റന്നാളും അങ്ങനെ ചെയ്യും. പക്ഷെ 2 ദിവസം കഴിഞ്ഞാൽ പിന്നെയും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പോൾ പിന്നെ ഞാൻ അതിലേക്ക് കൈവയ്ക്കാൻ പോവാറില്ല. ഇതുപോലെ എപ്പോഴേലും ഏട്ടൻ പറയാറുണ്ട്, നിനക്കത് മടക്കി വയ്ക്കുക, പിന്നെയും വലിച്ചിടുക, മടക്കി വയ്ക്കുക, വലിച്ചിടുക, തന്നെയുള്ള പണി ചോദിക്കും. ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. വല്ലാണ്ട് പൊട്ടിയൊന്നും അടിക്കാറില്ല, ആവശ്യത്തിന് മാത്രം പൗഡറും പൊട്ടും തൊടുന്നു മാത്രമേ ഉള്ളൂ. പിന്നെ ദേ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചന്ദനം തൊടുമ്പോൾ കൈ കഴുകിയിട്ടുണ്ടായിരുന്നു. അതെന്താണെന്നറിയില്ല, ഞാൻ പറഞ്ഞിട്ടില്ല ഇതിന് മുന്നത്തെ വീഡിയോയിൽ. എപ്പോഴും അതിങ്ങനെ ഡ്രസ്സിൽ തുടയ്ക്കാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം വീഡിയോ ഓഫാക്കിയത്. കയ്യിൽ വെള്ളമായ അത് അടുക്കളയിലായാലും എവിടെയായാലും അപ്പം ഡ്രസ്സിൽ തുടയ്ക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു ടെൻഡൻസി ഉള്ളവരാണ് നിങ്ങൾ. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോഴേക്കാണ് കേട്ടോ കുഞ്ഞാറ്റ വന്നത്. പിന്നെ അത് ഞാൻ പോണ നേരത്തെ കുഞ്ഞാറ്റയ്ക്ക് ബിസ്ക്കറ്റും കായവറുത്തലൊക്കെ ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അവൾക്ക് ഒന്ന് ചിലപ്പോൾ ഉറങ്ങി നീച്ച് എന്തെങ്കിലും കഴിക്കണം എന്നുണ്ടെങ്കിൽ കൊടുക്കാമെന്ന് വെച്ചാൽ അങ്ങനെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ അടുത്ത് ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോഴുള്ള കരച്ചിലായിരുന്നു കേട്ടോ. അത് പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വാശി പിടിക്കലൊക്കെ ആയിരുന്നു. എൻ്റെ ഡ്രസ്സ് പിടിയും വലിയൊക്കെ ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. കരയണ് കാണുമ്പോൾ പാവം തോന്നും കേട്ടോ. പക്ഷേ ഈ ഒരു സ്റ്റാർട്ടിങ്ങിലത്തെ കരച്ചിൽ മാത്രമേ ഉള്ളൂ. ഞാൻ ഇവിടുന്ന് ഇറങ്ങി 2 സ്റ്റെപ്പ് നടന്നാൽ മതി, പിന്നെ അവൾക്ക് വാശിയൊന്നും ഉണ്ടാവില്ല. പിന്നെ അച്ഛമ്മ എടുത്ത് നടന്ന് കളിപ്പിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് നടന്നിട്ടൊക്കെ പിന്നെ ആൾ ഓക്കെ ആയിക്കോളൂ കേട്ടോ. രാവിലത്തെ എല്ലാ തന്ത്രപ്പാടിനും ഒടുവിൽ അങ്ങനെ 9:30 ഞാൻ ഇറങ്ങി കേട്ടോ. 9:45 ബസ്. പക്ഷെ എന്തായാലും 10 മിനിറ്റ് മുന്നേ പോയി നിൽക്കാറുണ്ട്. ചിലപ്പോൾ ഗേറ്റിൽ പെട്ടില്ലെങ്കിൽ നേരത്തെ ബസ് വരാറുണ്ട്. നമ്മൾ ബസ്സിൻ്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ രാവിലെ 7 മണി മുതൽ ഒരു 9 മണി വരെ ഉള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അതൊരു കുഞ്ഞു മോർണിംഗ് വ്ളോഗ്, നമ്മുടെ ഒരു കുഞ്ഞൊരു ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണോ? നമ്മുടെ വീഡിയോ ആരെങ്കിലും പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരും വരെ ബൈ.